ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ചാനൽ. അപ്പോൾ നിങ്ങൾ തമ്മിൽ കണ്ട പോലെ തന്നെ നിങ്ങളൊരു എ സി ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ എ സി നിങ്ങൾ വാങ്ങിക്കാൻ പോകുന്നുണ്ടെങ്കിൽ എന്തായാലും മിക്ക ആൾക്കാരും ഇപ്പോൾ എ സി വാങ്ങിക്കുന്നുണ്ടായിരിക്കും. എന്താ വെച്ചാൽ നല്ല ചൂടാണല്ലോ. ഇനിയിപ്പോൾ നമുക്ക് മഴ തുടങ്ങാൻ ഇനി ഓൾമോസ്റ്റ് 2 മാസം കൂടി വേണമെന്നൊക്കെയാണ് നോർമലി ഉള്ളത്. പക്ഷേ ഇപ്പോഴത്തെ ക്ലൈമറ്റ് ചേഞ്ച് ഒന്നും നോർമൽ പോലെ അല്ലല്ലോ, എല്ലാം മാറി മാറി ആകെ കൊളായിട്ടിരിക്കുകയാണല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിപ്പോൾ ഡെയിലി ചൂട് കൂടി വരികയെന്ന് തോന്നുന്നുണ്ട്. ഇപ്പോൾ തന്നെ കുറേ ഡിസ്ട്രിക്റ്റിലൊക്കെ മുന്നറിയിപ്പ് സംഭവങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോൾ നമുക്ക് രാത്രി കിടന്നുറങ്ങേണ്ട വരെ ഭയങ്കര അക്രമമാണ്. എന്ന് വെച്ചാൽ രാത്രി 7 മണി 8 മണിയായിട്ട് പോയി പുറത്ത് പോയി കഴിഞ്ഞാൽ ഭയങ്കര ചൂടാണ്. അപ്പോൾ നമുക്ക് എന്തായാലും റൂമിൽ കിടന്നുറങ്ങണ്ടെങ്കിൽ എന്തായാലും എ സി ആവശ്യമാണ്. ഇപ്പോൾ അത്യാവശ്യമായിട്ട് വേണ്ട ഒരു സാധനമായിട്ടുണ്ട്. പണ്ടൊക്കെ ഇത് ആഡംബരമായിരുന്നു, പക്ഷെ ഇപ്പോൾ അത്യാവശ്യമായിട്ട് വേണ്ട ഒരു സാധനം പോലെ ആയിട്ടുണ്ട് എ സി. അതുപോലെ തന്നെ എ സിക്ക് വിലയും കുറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് ഓൾമോസ്റ്റ് ഒരു 26,000 നമുക്ക് സ്റ്റാർട്ടിങ് തൊട്ട് നമുക്ക് എ സി കിട്ടുന്നുണ്ട്. അപ്പോൾ നമ്മൾ എ സി ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കറിയായിരിക്കും എന്ത് ഇലക്ട്രോണിക് ഡിവൈസ് ആയാലും നമുക്കത് മെയിൻറ്റെയിൻ ചെയ്യണം. അല്ലെങ്കിൽ മെയിൻറ്റെയിൻ ചെയ്തില്ലെങ്കിൽ നമുക്ക് അതിൻ്റെ കറക്റ്റ് പെർഫോമൻസും അതുപോലെ തന്നെ സംഭവങ്ങളൊന്നും കിട്ടില്ല. പിന്നെ പോരാത്ത നിങ്ങൾ എ സിയുടെ കാര്യം നോക്കിക്കഴിഞ്ഞാൽ നമ്മളിത് കറക്റ്റ് മെയിൻറ്റെയിൻ ചെയ്തില്ലെങ്കിൽ നമുക്ക് ഇലക്ട്രിസിറ്റി ബില്ല് കൂടും. അപ്പോൾ നിങ്ങൾക്ക് നോർമലി വീട്ടിൽ ചെയ്യാനുള്ള പരിപാടി മാത്രമേ. അപ്പോൾ ഞാൻ റീസെൻ്റ്ലി നമ്മുടെ എ സി ഞാൻ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്, അതായത് സർവീസ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് തന്നെ ഒരു അത്യാവശ്യം കുറച്ച് സർവീസൊക്കെ ചെയ്യാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലെ വാറണ്ടി ഉണ്ടെങ്കിൽ വാറണ്ടി സർവീസ് അവരെ വിളിച്ചാൽ മതി. അല്ലെങ്കിൽ നമുക്ക് തേർഡ് പാർട്ടി സർവീസൊക്കെ അവൈലബിൾ ആണ്. അപ്പോൾ ഫ്ലിപ്കാർട്ടിൽ തന്നെ ഇപ്പോൾ എ സി സർവീസ് അവൈലബിൾ ആണ്. പക്ഷേ നോർമലി അവർ വരാറൊന്നുമില്ല, അത് വേറെ കാര്യം. അതിൽ എ സി ബുക്കിംഗ് സംഭവങ്ങളൊക്കെ ഉണ്ട്, പക്ഷേ അതിൽ ഒരു വരാറൊന്നുമില്ല. ഞാൻ ആക്ച്വലി എനിക്ക് പരിചയമുള്ള ഒരു തേർഡ് പാർട്ടി ആളെ വിളിക്കാറ്. എന്താ വെച്ചാൽ നമ്മുടെ വാറണ്ടിക്ക് കഴിഞ്ഞു. ഓൾമോസ്റ്റ് 6 കൊല്ലമൊക്കെ നമ്മൾ എ സി ഉപയോഗിച്ച് തുടങ്ങിയിട്ട് 6 കൊല്ലം കഴിഞ്ഞു, 6 കൊല്ലമായി തോന്നുന്നുണ്ട്. അപ്പോൾ ഇതെന്താ വെച്ചാൽ റീസെൻ്റ്ലി ഞാൻ ഇപ്പോൾ സർവീസ് തന്നത്. ഇപ്പോൾ നമുക്കിപ്പോൾ ഒരു 2-3 മാസമായിട്ട് ഭയങ്കര കൂളിംഗ് കുറഞ്ഞിട്ടുണ്ടാകും. അതായത് ഭയങ്കര ഇപ്പോൾ 23-22 ഇട്ടാൽ പോലും ഭയങ്കര കൂളിംഗ് കുറവാണ്. 23 ടെമ്പറേച്ചറിൻ്റെ കൂളിംഗ് എഫക്റ്റ് കിട്ടുന്നില്ല. അപ്പോൾ ഞാൻ നോർമലി എന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഓൾറെഡി എൻ്റെ എ സി പഴയതായി. എൻ്റെ ഫോർബ്സിൻ്റെ സ്മാർട്ട് ഇൻവെർട്ടർ എ സി ആണ്. അപ്പോൾ ഇത് ഓൾറെഡി പഴയതായി, ഓൾമോസ്റ്റ് 6.5 കൊല്ലമൊക്കെ തോന്നുന്നുണ്ട്. അപ്പോൾ ഇതിന് ശരിക്കും 5 കൊല്ലം വാറണ്ടി ഉണ്ടാകുന്നു, വേറെ കാര്യം. അതുവരെ നമുക്ക് സർവീസ് സംഭവം കിട്ടുന്നത്. ഇപ്പോൾ പിന്നെ ഫോർബ്സിൻ്റെ ബ്രാൻഡൊന്നും ഇല്ല, അടിച്ചു പോയാൽ ഒരു എക്കോ ഫോർബ്സ് ഒന്നുകൂടി തല്ലിപ്പൊളി ആയിട്ടുണ്ട്, വേറെ കാര്യം. അപ്പോൾ എക്കോ ഗാർഡൊക്കെ ഭയങ്കര തല്ലിപ്പൊളി ഇപ്പോൾ. അപ്പോൾ ഈ സാധനം നമ്മൾ അതുകൊണ്ട് തന്നെ ഞാൻ ജസ്റ്റ് ഒന്ന് സർവീസ് ചെയ്യാൻ ഞാൻ പിന്നെ കുറേ പേരെ സർവീസ് ചെയ്യാൻ വിളിച്ചു. ഞാൻ ഫ്ലിപ്കാർട്ടിൽ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഫ്ലിപ്കാർട്ടിൽ കുറേ വർഷം ബുക്ക് ചെയ്തു സർവീസിന്. ഒരു മനുഷ്യൻ വിളിക്കൂല, ഒരു വർഷം വരില്ല, ക്യാൻസൽ ഓട്ടോമാറ്റിക്കലി ക്യാൻസലാവും. അപ്പോൾ ഞാൻ ഒരു രക്ഷയില്ലാണ്ട് പിന്നെ ഞാൻ വിചാരിച്ചു നമുക്കറിയാം നമുക്കതിൽ ഫിൽറ്റേഴ്സും സംഭവമൊക്കെ ഉണ്ട്. അതുകൊണ്ട് എൻ്റെ ഒന്നാമത് ഹെൽത്ത് എ സി എന്ന് പറഞ്ഞൊരു സംഭവം ഇറക്കിയത്, ഫോബ്സ് ആദ്യമായിട്ട് ഇറക്കിയതായിരുന്നു. ഇതിൽ നമുക്ക് ആൻറ്റിവൈറസ് ഫിൽറ്റർ അങ്ങനെ കുറേ സംഭവങ്ങളുണ്ട്. അപ്പോൾ ഇതിൽ ഞാൻ ആക്ച്വലി ജസ്റ്റ് ഫിൽറ്റർ ക്ലീൻ ചെയ്യാലോ എന്ന് വിചാരിച്ചിട്ട് നമ്മൾ ജസ്റ്റ് തുറന്ന് നോക്കിയതാണ്. അപ്പോൾ ഫിൽറ്റർ ഫുള്ള് പൊടിയെന്ന് അടഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ഈ ഫിൽറ്റർ അടഞ്ഞാൽ തന്നെ നമുക്ക് ഈ എയർ ഇൻടേക്ക് കറക്റ്റായിട്ട് നടക്കില്ല, അതുകൊണ്ട് തന്നെ കൂളിംഗ് കറക്റ്റായിട്ട് വരില്ല. അപ്പോൾ അതാണ് വൺ ഓഫ് ദ മെയിൻ റീസൺ. അപ്പോൾ നിങ്ങൾ എ സി ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ മിനിമം ഇപ്പോഴത്തെ കാലത്ത് നല്ല പൊടിയുണ്ട്. എൻ്റെ ഏരിയയിലൊക്കെ ഭയങ്കര പൊടിയാന്ന് വെച്ചാൽ രണ്ട് ഓപ്പോസിറ്റ് സൈഡിലും ഫ്ലാറ്റ് പണി നടന്നുകൊണ്ടിരിക്കുക, അതുകൊണ്ട് തന്നെ ഭയങ്കര പൊടിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഭയങ്കര പൊടി എന്ന് വെച്ചാൽ പണ്ട് ഇത്ര കാലം ഇങ്ങനെ പൊടി കയറാറില്ല, അതുകൊണ്ട് ഞാൻ നോക്കാറില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു ശരിക്കും ഇത് കംപ്ലൈൻറ്റ് ആയിരിക്കും. എന്ന് വെച്ചാൽ ഞാൻ പണ്ട് തൊട്ട് ചെയ്യാറുണ്ടോ, അത് 5 കൊല്ലം വാറണ്ടി ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് എല്ലാ കൊല്ലം ഒരു സർവീസ് വരാറുണ്ട്. അപ്പോൾ നമ്മളത് കറക്റ്റായിട്ട് അങ്ങനെ ചെയ്തു പോകാറുണ്ട്. പക്ഷേ ഇപ്പോൾ ഭയങ്കരമായിട്ട് പൊടി കയറിയത് കൊണ്ട് തന്നെ ഭയങ്കരമായിട്ട് ഉള്ളി കയറി ബ്ലോക്ക് ആയിക്കുക. അതുകൊണ്ടാണ് എ സിയിൽ അതൊന്നും കുഴപ്പമെന്ന് വെച്ചാൽ നമുക്ക് ഇതുപോലെ പൊടി കയറി അടഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇലക്ട്രിസിറ്റി ബില്ല് കൂടും. ഇപ്പം ഇനി എൻ്റെ ഇപ്പോൾ നല്ല ബില്ല് എന്തായാലും നോർമലി ഒരു 1.5 ടൺ അല്ലെങ്കിൽ ഒരു 1 ടൺ ആയിക്കോട്ടെ, ഒരു മണിക്കൂർ ഓടിച്ചു കഴിഞ്ഞാൽ 1 ടണ്ണാണ് നോർമലി എടുക്കുക. 1 യൂണിറ്റാണ് നോർമലി എടുക്കുക. അപ്പോൾ ഇൻവെർട്ടർ എ സി ആകുമ്പോൾ നമുക്ക് ആ ടെമ്പറേച്ചർ അറ്റൈൻ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അത് പതുക്കെ കുറച്ചൊക്കെ കുറഞ്ഞു. അതാണ് ഡിഫറൻസ് വരിക. അപ്പോൾ പക്ഷേ ഇപ്പോൾ നമ്മൾ ഇതിപ്പോൾ എയർ ഇൻടേക്ക് കറക്റ്റ് നടക്കാത്തതുകൊണ്ട് തന്നെ ഫുള്ളി ലോഡ് വലിക്കും, കംപ്രസർ ഫുള്ളി ലോഡ് വലിക്കും. അതുകൊണ്ട് തന്നെ ഇലക്ട്രിസിറ്റി ബില്ല് നല്ല കൂടുതൽ ചാൻസ് ഉണ്ട്. അപ്പോൾ എനിക്ക് ഇനിയിപ്പോൾ 2-3 മാസം നല്ല ലോഡ് വലിച്ചിട്ടുണ്ടായിരിക്കും. എന്ന് വെച്ചാൽ ഞാൻ നോർമലി വിചാരിച്ചത് ഇത് കംപ്ലൈൻറ്റ് ആയിരിക്കുന്നതാണ്, പക്ഷേ അത് തുറന്നു നോക്കിയാൽ മതിയായിരുന്നു. എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന സംഭവമാണ്. ജസ്റ്റ് അതിൻ്റെ ഫ്രണ്ട് ബോഡി തുറന്നു നോക്കി കഴിഞ്ഞാൽ എൻ്റെ ഫിൽറ്റർ കാണാം. ചില എ സിയുടെ മുകളിലായിരിക്കും ഫിൽറ്റർ, അത് ചുപ്പം അങ്ങനെ വലിച്ചെടുക്കുക വേണ്ടോ. അപ്പോൾ എൻ്റെ വീട്ടിലത്തെ താഴത്തെ അമ്മയുടെ റൂമിലത്തെ ഹിറ്റാച്ചിയാണ്. ഹിറ്റാച്ചിലൊക്കെ മുകളിൽ ഇങ്ങനെ വലിച്ചെടുക്കുന്ന പരിപാടി, എ സി തുറക്കേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ അങ്ങനത്തെ ടൈപ്പാണ്. അത് ജസ്റ്റ് ഒന്ന് ഊരിയെടുത്ത് ക്ലീൻ ചെയ്താൽ മതി. നമുക്കത് ക്ലീൻ ചെയ്യാനുള്ള നമുക്ക് വാട്ടർ വാഷ് വരെ ചെയ്യാൻ പറ്റുന്ന സംഭവമാണ്. അങ്ങനത്തെ ഫിൽറ്റേഴ്സാണ്, ഫൈബർ ഫിൽറ്റേഴ്സാണ്. പിന്നെ ബാക്കി ഞാൻ പറഞ്ഞല്ലോ, ഇതിൽ ഹെൽത്ത് എ സി ആയതുകൊണ്ട് തന്നെ ഹെൽത്ത് കണ്ടീഷൻ അതിൽ ഇറക്കിക്കുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിൽ കുറച്ച് വേറെ ഫിൽറ്റേഴ്സുകളുണ്ട്. പക്ഷെ അതൊക്കെ നമ്മൾ ശരിയാക്കി വെച്ചപ്പോൾ ഇപ്പോൾ നല്ല കൂളിംഗ് ആയി, ഒരു സൗണ്ടും ഇല്ല. ആദ്യം കുറച്ച് സൗണ്ടും വരാറുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു ശരിക്കും കംപ്ലൈൻറ്റ് ആയിരുന്നു. വെച്ചാൽ ഒന്നാമത് എൻ്റെ എ സി ഔട്ട്ഡോർ യൂണിറ്റ് എലി കയറി നശിപ്പിച്ചിട്ടുണ്ട്. ഇനി അത് കടിക്കാനുള്ള വയറുകളൊന്നും ഇല്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ വിചാരിച്ചു എ സി കംപ്ലൈൻറ്റ് ആയിട്ടുണ്ടാവും എന്ന് വിചാരിച്ചേ. അതുകൊണ്ടൊക്കെയാണ് നമ്മൾ വിചാരിച്ചത്.
പക്ഷേ ഇങ്ങനെ നിങ്ങൾ ഒരു മിനിമം 6 മാസമെങ്കിലും നിങ്ങൾ എ സിയുടെ ഫിൽറ്റേഴ്സ് ഒന്ന് ക്ലീൻ ചെയ്യാട്ടോ. അപ്പോൾ തന്നെ നല്ല പെർഫോമൻസും കിട്ടും, ഇലക്ട്രിസിറ്റി ബില്ല് കൂടാണ്ടും നമുക്ക് നോക്കാൻ പറ്റും. അപ്പോൾ ഇതൊരു മെയിൻ ഇമ്പോർട്ടൻറ്റ് പോയിന്റ് ആണ്. ഇത് കുറേ പേര് ചെയ്യാറില്ല. പ്രത്യേകിച്ച് നിങ്ങൾക്ക് അറിയാം ഇപ്പോഴത്തെ കാലത്തൊന്നും സർവീസ് ചെയ്യാൻ അങ്ങനത്തെ ആൾക്കാരൊക്കെ കിട്ടാൻ ഭയങ്കര പാടാണ്. അപ്പോൾ ഇത് പക്ഷേ നമുക്ക് ചെയ്യാനുള്ളതുള്ളൂ, വേറെ കാര്യം ജസ്റ്റ് അത് ഓപ്പൺ ചെയ്യാത്ത സാധനം ചുമ്മാ വലിച്ചെടുക്കുക. ചിലതിൽ ഇങ്ങനെ സ്ലോട്ട് ഉണ്ടായിരിക്കും, ചിലതിൽ ഇങ്ങനെ ചുമ്മാ ഇങ്ങനെ ഈ സ്ലാൻഡ് ചെയ്ത് വെച്ചിങ്ങനെ മോഡലായിരിക്കും. അപ്പോൾ അത് വലിച്ചെടുക്കാൻ പറ്റുന്ന ടൈപ്പാണ്. അപ്പോൾ ഞാൻ അത് കാണിച്ചു തരാൻ പറ്റില്ല എന്ന് വെച്ചാൽ നമുക്ക് പിടിക്കാനൊന്നും വേറെ ആളില്ല, നമ്മൾ ഇപ്പോൾ സ്റ്റാൻഡിൽ വെച്ച് നല്ല വീഡിയോ എടുക്കാൻ. അപ്പോൾ അറിയാവുന്നതായിരിക്കും നിങ്ങൾക്ക്. അത് തുറന്ന് നിങ്ങൾക്ക് ഫിൽറ്റർ കാണാം. അപ്പോൾ അത് ചുമ്മാ വലിച്ചാൽ മതി, അതിൽ സ്ലോട്ട് ഉണ്ടാവും വയ്ക്കാൻ, അത്രേ ഉള്ളൂ, വേറെ ഒന്നുമില്ല കേട്ടോ. അത് വലിക്കുക, എടുക്കുക, ക്ലീൻ ചെയ്യുക, വാട്ടർ ക്ലീൻ ചെയ്യുക, ചുമ്മാ അത് ഒന്ന് വറ്റിക്കുക, ഒന്ന് തുടക്കായിരിക്കും നല്ലത്, എന്നിട്ട് തിരിച്ചു വെച്ചാൽ മതിയിട്ടാ. എന്നാൽ അപ്പം തന്നെ ഭയങ്കര ഇമ്പ്രൂവ്മെൻറ്റ്, എനിക്ക് അപ്പം തന്നെ ഭയങ്കര ഇമ്പ്രൂവ്മെൻറ്റ് കിട്ടി. നമ്മളിത് ചെയ്യാറുണ്ട്, നമുക്ക് ഞാൻ പറഞ്ഞല്ലോ സർവീസ് ഉണ്ടാകുന്നതാണ്. സർവീസ് ഔട്ട് ഓഫ് വാറണ്ടി ആയതിനു ശേഷം നമ്മൾ നോക്കിയിട്ടില്ല. അതാണ് പ്രോബ്ലം എന്ന് വെച്ചാൽ എലി കയറിയിട്ടേ ഫുള്ള് കംപ്ലൈൻ്റ് ആയിരുന്നു. അപ്പോൾ നമ്മളത് നോക്കിയില്ല. അപ്പോൾ ഇത് എല്ലാവരും നോക്കാൻ മറക്കണ്ട കേട്ടോ. വൺ ഓഫ് ദ മെയിൻ പോയിൻ്റാണ് നമ്മുടെ എ സി മെയിൻ്റനൻസിൽ. ഇത് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് ബാക്കി പ്രശ്നങ്ങൾ ചെയ്യും. പിന്നെ നിങ്ങൾ നോർമലി ഒരു കൊല്ലം കഴിയുമ്പോൾ ഒരു സർവീസ് ചെയ്യുന്നത് നല്ലതാണ്. നോർമലി ഇവർ വന്നാൽ ഇത് തന്നെ ചെയ്യാം. ചിലപ്പോൾ ചിലവർ ഔട്ട്ഡോർ യൂണിറ്റിലും ഒന്ന് ക്ലീൻ ചെയ്യും, പക്ഷേ ഔട്ട്ഡോർ യൂണിറ്റിൽ അങ്ങനെ അധികം ഒന്നും ഉണ്ടാവില്ല, പൊടികളൊന്നും ഉണ്ടാവില്ല. അത്യാവശ്യം നല്ല എയറി ആയിട്ടുള്ള യൂണിറ്റ് ആയിരിക്കും ഈ ഔട്ട്ഡോർ യൂണിറ്റ് എന്ന് പറയുന്നത്. അതിനുള്ളിൽ വലിയ കാര്യമുള്ള സംഭവമൊന്നും ഉണ്ടായിരിക്കില്ല. അപ്പോൾ അത് വലിയ ക്ലീൻ ചെയ്യേണ്ട ആവശ്യം വരാറില്ല. മെയിനായിട്ട് ഈ സാധനം ക്ലീൻ ചെയ്യുക. ചിലവർ അത്യാവശ്യം പഴക്കം നല്ല പൊടിക്കുണ്ടെങ്കിൽ അത് ഉള്ളിൽ ഫുള്ള് ഊരിയിട്ട് ഉള്ളിൽ വാട്ടർ വാഷ് ചെയ്ത് ക്ലീൻ ചെയ്യും. അതിന് നമ്മൾ അതിൻ്റെ സ്പെഷ്യലിസ്റ്റുകളെ വിളിക്കേണ്ടി വരും, നമുക്ക് ചെയ്യാൻ പറ്റില്ല. അതും ചെയ്യുന്നത് നല്ല അറിയാം. എന്ന് വെച്ചാൽ നിങ്ങൾക്ക് അതിൻ്റെ പെർഫോമൻസ് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും, അതുപോലെ തന്നെ ഇലക്ട്രിസിറ്റി ബില്ല് കുറയ്ക്കാനും പറ്റും. ഇത് മെയിൻ പോയിൻ്റാണ്, മറക്കരുത് കേട്ടോ. നിങ്ങൾ എ സി യൂസ് ചെയ്യുന്നെങ്കിൽ സാധനം ഓർമ്മിച്ച് വയ്ക്കാൻ മറക്കണ്ട, പുതിയ എ സി ആണെങ്കിലും പഴയ എ സി ആണെങ്കിലും കേട്ടോ. അപ്പോൾ എന്തായാലും ഇത് പറയാനും മറന്നെന്ന് വെച്ചാൽ നമുക്ക് എ സി ഉപയോഗിക്കുന്ന എല്ലാവർക്കും ഉള്ള പേടി ഇലക്ട്രിസിറ്റി ബില്ല് കൂടുന്നതാണല്ലോ. അപ്പോൾ ഈ സാധനം ശ്രദ്ധിച്ചില്ലെങ്കിൽ ഇലക്ട്രിസിറ്റി ബില്ല് നല്ലോണം കൂടും, അതാണ് പറയാൻ വന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോ വൈൻഡപ്പ് ചെയ്യാം. നമ്മുടെ 2 ചാനലും കാണാത്ത പോയി കണ്ടുപോകുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. പിന്നെ എന്തെങ്കിലും സംശയം കാര്യങ്ങളൊക്കെ കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട. നമ്മളെല്ലാ കമൻറ്റ് റിപ്പോർട്ടാണ്. നമ്മുടെ പുതിയ ചാനലായി GHH വേൾഡ് കാണാത്ത പോയി കണ്ടുപോകുക. അതിൽ നമ്മൾ ടെക് ന്യൂസ്, മൂവി ന്യൂസ്, ഫിലിം ന്യൂസ് നമ്മളൊക്കെയാണ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയിരിക്കും. നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് നമ്മളേക്ക് ഒന്ന് ഷെയർ ചെയ്യാം കേട്ടോ. ലിങ്ക് അല്ലെങ്കിൽ താഴെ കൊടുത്തിട്ടുണ്ട്. അടുത്ത വീഡിയോ കാണാം.